അങ്ങനൊരു പെൺകുട്ടി അറിയില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഈ പറയുന്നതൊക്കെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്നൊക്കെ നടൻ നിവിൻ പോളി പറയുമ്പോഴും നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരായ പീഡന ആരോപണത്തിൽ നിന്ന് ഒന്നങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്നിങ്ങോട്ടോ വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുക തന്നെയാണ് പരാതിക്കാരി. നടനടക്കമുള്ളവർ തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു, വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും കുടുംബത്തെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. ഈ പറഞ്ഞ ആരോപണം തെളിയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് പീഡനത്തിന് ഇരയായ യുവതി പറയുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ കേസിൽ തന്നെ 6ാം പ്രതിയാണ് നിവിൻ പോളി. നിവിനെതിരെ ഊന്നുകൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡന പരാതി പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുക. ഈ കേസിൽ ശ്രേയ, കെ സുനിൽ, ബിനു, ബഷീർ, കുട്ടൻ, നിവിൻ പോളി എന്നിവരാണ് കേസിലെ പ്രതികൾ. കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത്. ദുബായിൽ താൻ നേഴ്സായി ജോലി ചെയ്യുകയാണ്. ഇവരുടെ സുഹൃത്തായ ശ്രേയ എന്ന പെൺകുട്ടി മുഖാന്തരം യൂറോപ്പിലേക്ക് പോകാൻ ഏജൻസി വഴി വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ വാങ്ങി. എന്നാൽ സമയം കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതിരുന്നതോടെ അന്വേഷിച്ചപ്പോൾ പ്രൊഡ്യൂസറായ AK സുനിലിനെ പരിചയപ്പെടുത്തി. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ദുബായിൽ വെച്ചാണ് പരിചയപ്പെടുത്തിയത്. സുനിലുമായി വാക്കുതർക്കമുണ്ടായപ്പോൾ നിവിൻ പോളി അടക്കമുള്ളവർ ഇയാളുടെ ഗുണ്ടകളായി സ്ഥലത്തെത്തി. തുടർന്ന് തന്നെ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം തന്ന് പീഡിപ്പിച്ചു. വീഡിയോ ഡാർക്ക് വെബിലിടുമെന്ന് ഭീഷണിപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലൂടെയും ആക്രമിച്ചു. വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് പരാതി നൽകിയതെന്നാണ് യുവതി പറയുന്നത്. അതുമാത്രമല്ല, തന്റെയും തന്റെ ഭർത്താവിന്റെയും ചിത്രം ഹണി ട്രാപ്പ് ദമ്പതികളെന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. നാട്ടിലെ വീട്ടിൽ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്തു. നിവിൻ പോളിയുടെ ആരാധകരെ ഉപയോഗിച്ച് വീട് ആക്രമിക്കുമെന്നും കുടുംബത്തെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിക്കാരി പറയുന്നത്. അതേസമയം നിവിൻ പോളിയെ കേസിൽ കുടുക്കിയതാണെന്നും യഥാർത്ഥ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും വ്യക്തമാക്കി നിവിൻ പോളിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് നടൻ ബാല. നിവിൻ പോളി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ താൻ അടക്കമുള്ളവർ എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ബാല പറഞ്ഞിരിക്കുന്നത്. താൻ എവിടെയും ഓടിപ്പോയിട്ടില്ലെന്നും ഇവിടെ തന്നെയുണ്ടെന്നുമുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ബാല പറയുന്നത്. നിവിൻ പോളിയെ ബഹുമാനിക്കണമെന്ന് ഫേസ്ബുക്ക് ലൈവിൽ ബാല വ്യക്തമാക്കി. ഒരു നടനെന്ന നിലയിലോ സുഹൃത്തോ ആയല്ല, പൗരൻ എന്ന നിലയിലാണ് ഈ പറയുന്നത്. അദ്ദേഹം കാണിച്ച ആദരവും ധൈര്യവുമുണ്ട്, അതല്ലേ വേണ്ടതെന്നാണ് ബാലയുടെ ചോദ്യം. ബാല പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റും ഞാൻ പറയാൻ പോകുന്നു. എന്താണ് ഒരു ആരോപണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ പെണ്ണോ മറ്റൊരാളിൽ കുറ്റം ചാർത്തുന്നു, അത് തെളിയിക്കേണ്ടത് ആരുടെ കടമയാണ്? അത് കൊടുത്ത ആളുടെ കടമയാണ്. നിവിൻ പോളിയുടെ കടമയല്ല ഈ കുറ്റം തെളിയിക്കേണ്ടത്. നിയമം പഠിക്കണം. ആരോപണം ഉന്നയിച്ച ആളാണ് അത് തെളിയിക്കേണ്ടത്. ഈ ലോകത്ത് ആർക്കും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ ഭയങ്കരമായി തിരിച്ചടിക്കും. ഏതറ്റം വരെയും പോകുമെന്നാണ് നിവിൻ പറഞ്ഞ 2ാമത്തെ പോയിന്റ്. ഞാൻ പുള്ളിയെ കാണാത്ത ഒരാളാണ്, പക്ഷേ കുറച്ച് താരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടെന്ന്. എൻ്റെ ഫോണിലും കുറച്ച് സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാനത് കൂളായി കൈകാര്യം ചെയ്തപ്പോൾ കോമഡിക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു. നമുക്കും കോമഡി കാണിക്കാൻ പറ്റും. അത് ചിലപ്പോൾ സീരിയസ് ആയി പോകും. നിയമം ജയിക്കണം. യഥാർത്ഥ കുറ്റവാളികൾ പലപ്പോഴും രക്ഷപ്പെടാറുണ്ട്. അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുക്കാനാണ് നിവിൻ പോളിയെ ഈ കേസിൽ പിടിച്ചിട്ടത്. നിവിൻ പോളിക്ക് ഞാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് ബാല പറയുന്നത്. കാരണം ഒരു ആരോപണം ഉയർന്നപ്പോൾ ഉടനടി പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തതിനോടുള്ള ബഹുമാനമാണ് എനിക്ക്. അന്തസ്സായി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ആണത്തം. ഇവിടെ തന്നെയുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഈശ്വരതുല്യമായി ഞങ്ങൾ കാണുന്നതാണ് സിനിമാ മേഖല. എത്രയോ കുടുംബങ്ങൾ ഇത് വിശ്വസിച്ച് ജീവിക്കുന്നു. ഇങ്ങനൊരു സ്റ്റാർ വന്ന കാര്യം പറയുമ്പോൾ മനസ്സുകൊണ്ട് ബഹുമാനം തോന്നുന്നു. പിന്നീട് നിവിൻ പറഞ്ഞത് ഇതിൽ ഗൂഢാലോചനയുണ്ട്, ആരുമില്ല, ഒറ്റയ്ക്ക് നേരിടുമെന്ന്. അമ്മ സംഘടന കൂടെയുണ്ട് എന്ന് ബാല പറഞ്ഞു. നിവിൻ ഏതറ്റം വരെയും പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് നിയമം പഠിക്കുക. താരങ്ങൾ മറ്റൊരു താരത്തിനെതിരെ പരാതി പറയുമ്പോൾ പലപ്പോഴും പേര് പറയാറില്ല. അത് തെളിയിക്കേണ്ട കടമ അവരുടേതായി പോകും. ന്യായം എവിടെയോ അവിടെ പോരാടി ജയിക്കണം. ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ കടുത്ത ശിക്ഷയാണ് അത് കൊടുത്തവർ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ 8 വർഷം കോടതിയിൽ കഷ്ടപ്പെട്ട മനുഷ്യനെ തനിക്കറിയാമെന്നായിരുന്നു ബാലയുടെ വാക്കുകളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.